ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൻ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തു നിന്നൊരാൾ റൂം പൂട്ടിയേക്കണം. പിന്നെ അവൻ പുറത്തിറങ്ങരുത്. ആ റൂമിൽ പെട്രോൾ ഞാൻ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. അതിനെ വെല്ലുന്ന കല്യാണമായിരിക്കണം ഇവിടേത്. എങ്കിൽ പിന്നെ ഗുണാക്കേവന്റെ സെറ്റിടാം. കാരണം ഇതിലും വലിയൊരു ദുരന്തം ഋതിക മേഡത്തിന്റെ ജീവിതത്തിൽ ഇനി വരാനില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാൻ സാഗരജ. എല്ലാം സാഗരജന്റെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് നടത്താം. എല്ലാത്തിനും ഞാൻ തന്റെ കൂടെ ഉണ്ടാവും. അതോർത്ത് താൻ വിഷമിക്കണ്ട. ആ, ബർത്ത്ഡേ ബോയ് വന്നല്ലോ. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? പിന്നെന്താ, അതാണല്ലോ വേണ്ടത്. രാജു, കേക്ക് കട്ടിങ്ങിന്റെ ഫോട്ടോസ് ഒന്ന് എടുത്തു തരാമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. പിന്നെന്താ? എന്നാ പിന്നെ നമുക്ക് കേക്ക് കിട്ടിയ മോനെ. എല്ലാരും ഇങ്ങോട്ട് ചേർന്ന് നിന്നേ. രാജു, എല്ലാരും ഫോട്ടോ കിട്ടണം കേട്ടോ. മോനെ, ഇനി കേക്ക് കട്ട് ചെയ്ത് ഋതികയ്ക്ക് കൊടുക്ക്. മോളിനി അവന് കൊടുത്തേ. ആ, അങ്ങനെയല്ല, ഇതിൽ നിന്ന് ഈ കേക്കിന് കുറച്ചെടുത്ത് അവന് കൊടുക്ക്. അതല്ലേ സ്നേഹമുള്ള ഭാര്യമാര് ചെയ്യേണ്ടത്. രാജു, കുറച്ചുകൂടി മുന്നോട്ട് വാ. ഈ ഫോട്ടോയിൽ ഞങ്ങൾ മാത്രം മതി. കാരണം എനിക്ക് ഫോട്ടോ പലയിടത്തും ഷെയർ ചെയ്യാനുള്ളതാണ്. സോ പ്ലീസ് കം ഫോർവേഡ്. ഇനി ഫോട്ടോ എടുത്തോ. ഋതിക കേക്കുതാ.
ഗിഫ്റ്റ് റോവിന് കൊടുക്ക്. ഋതിക ഒരു ഗിഫ്റ്റ് തരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഋതികയുടെ പ്രസൻസ് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. രാജു, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതോ പണ്ടത്തെ ഒരു സിനിമയിലെ പോലെ ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ? ആ, ഇനി നിങ്ങളെല്ലാരും പോയി ഫുഡ് കഴിക്കേ. ചെല്ലേ. വാ. ഋതിക എവിടെ നിൽക്കേ? രാജു, ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുത്ത്. രാജു, ഇനിയേ നമുക്കൊരു സെൽഫി എടുക്കാം. വാ രാജു, വാ. രാജു, ഞാനേ ഈ ഫോട്ടോ സൂക്ഷിച്ചു വയ്ക്കും. എന്താണെന്നറിയോ, ഋതികയുടെ സ്പെഷ്യൽ കെയർ ടേക്കറായ രാജു എനിക്ക് അത്ര വേണ്ടപ്പെട്ട ആളായതുകൊണ്ട്. മനസ്സിലായോ? ഋതിക, വാ. ചിരിക്ക് രാജു. പറയലിയ, എന്താ ചെയ്യണ്ടേ? നീ പറയുന്ന എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ, അല്ലടാ? പിന്നല്ലാതെ. എടാ, പ്ലാൻ ഇതാണ്. നിങ്ങളിൽ ഒരാള് എന്റെ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിലിനടുത്തുണ്ടാകണം. അടുത്ത ആള് രാജുവിനെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ആക്കി ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുവരണം. അവൻ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തു നിന്നൊരാൾ റൂം പൂട്ടിയേക്കണം. പിന്നെ അവൻ പുറത്തിറങ്ങരുത്. ആ റൂമിൽ പെട്രോൾ ഞാൻ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്.